കുറച്ച് കാര്യങ്ങളും ചെറിയൊരു പ്രോഗ്രാമുമാണ്. ഓക്കെ, സോ നമ്മളിവിടെ പൈത്തൺ ചെയ്യുന്ന പൈജാമിലാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ വിഷ്വൽ സ്റ്റുഡിയോ ഉണ്ടെങ്കിൽ വിഷ്വൽ സ്റ്റുഡിയോ ചെയ്യാം. അല്ല, വിഷ്വൽ സ്റ്റുഡിയോ ചെയ്യണമെന്ന് മീൻസ് ഓൾറെഡി വേറെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വിഷ്വൽ സ്റ്റുഡിയോ ചെയ്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് അതാണ് കുറച്ചും കൂടി ഈസി എങ്കിൽ നിങ്ങൾക്ക് വിഷ്വൽ സ്റ്റുഡിയോയിൽ ചെയ്യാം. അല്ല, ഇനി പൈജാം ഉള്ളവരാണെങ്കിൽ പൈജാമിൽ ചെയ്യാം. നമ്മളിവിടെ ചെയ്യുന്നത് പൈജാമിലാണ്. കുറച്ച് ബിഗിനർ ഫ്രണ്ട്ലി ആണ് പൈജാം. പൈത്തൺ മാത്രം ഫോക്കസ് ചെയ്യുന്നതാണ് പൈജാം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പൈജാം പ്രിഫർ ചെയ്യുന്നത്. പൈജാം IDE ആണ്, ഇൻറ്റിഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവിറോൺമെൻറ്റ്. ഇത് നമുക്കറിയാം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ചെയ്യുന്ന ഒരു ടൂളാണ്. നിങ്ങൾ അത്രയും വിചാരിച്ചാൽ മതി, ഒരു ടൂളാണ്. ഓക്കെ, വിഷ്വൽ സ്റ്റുഡിയോ പോലെ തന്നെ ഒരു IDE ആണ് പൈജാം. ഇത് പൈത്തൺ മാത്രം ഫോക്കസ് ചെയ്യുന്നതാണ് പൈജാം. ഓക്കെ, ഇനി വിഷ്വൽ സ്റ്റുഡിയോ ആണെങ്കിൽ അവിടെ നമുക്ക് വേറെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. മൾട്ടിപ്പിൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ ആണ് അധികം പേരും ചൂസ് ചെയ്യുന്നത്. ഇനി പൈത്തൺ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കാനാണെങ്കിൽ പൈജാം മതി. ഓക്കെ, നമുക്ക് വേറൊരു ക്ലാസ്സിൽ വിഷ്വൽ സ്റ്റുഡിയോയിൽ എങ്ങനെയാണ് ജസ്റ്റ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇനി ഇതിന് ഇൻസ്റ്റാളേഷൻ ഉണ്ട്. സോ അതിന് നമുക്ക് വേണ്ടതൊന്ന് പൈത്തൺ വേണം, പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യണം, പൈജാം ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, സോ ഇത് രണ്ടും നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് എന്താണ് പൈത്തൺ എന്നൊന്ന് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാൻ ഈ ക്ലാസ് എടുക്കുന്നതാണ്. സോ ഈ ക്ലാസ്സിൽ നിങ്ങൾ ഓൾറെഡി പൈത്തൺ ഇൻസ്റ്റാൾഡ് ചെയ്തവരാണെങ്കിൽ അവർക്ക് ചെയ്തു നോക്കാം. ഓക്കെ, സോ ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ്സാണ്. എന്താണ് പ്രിൻ്റ് എന്നൊന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നമുക്കൊന്ന് ജസ്റ്റ് പൈജാമിൽ എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്, ഫസ്റ്റ് നമുക്കത് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഒരു ഐക്കൺ നിങ്ങൾ കാണുന്നുണ്ടാവും, ഒരു 4 ലൈൻസ് ഉള്ളൊരു ഐക്കൺ കാണുന്നുണ്ടാവും. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ന്യൂ പ്രൊജക്റ്റ് ഉണ്ട്. ഈ ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, സോ ഇതിൽ പൈത്തൺ ഓൾറെഡി സെലക്റ്റഡ് ആണ്, കാരണം നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവിടെ പാത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്രിയേറ്റ്. ഓക്കെ, അപ്പം നമുക്ക് ന്യൂ വിൻഡോ അല്ലെങ്കിൽ ആ വിൻഡോയിൽ തന്നെ ചെയ്യാം. നമ്മൾ പുതിയതായി ചെയ്യുന്നവരല്ല. അപ്പം ന്യൂ വിൻഡോയിൽ നമ്മൾ ചെയ്യുന്നു, പുതിയൊരു വിൻഡോ ഓപ്പൺ ചെയ്തു. ഓക്കെ, സോ ഇവിടെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയി, അത് സീലാണ് ഉള്ളത്. ഞാൻ സീലാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണം ഡീലും ചെയ്യാം. ഓക്കെ, ഇനി ഈ പ്രൊജക്റ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈ പ്രൊജക്റ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യണം. അപ്പം ന്യൂ കാണും. ന്യൂ ക്ലിക്ക് ചെയ്താൽ പൈത്തൺ ഫയൽ. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അതിൽ പൈത്തൺ ഫയൽ. ഓക്കെ, സോ പൈത്തൺ നമ്മൾ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് .py എന്ന് പറഞ്ഞ് വിഷ്വൽ സ്റ്റുഡിയോയിലെ പോലെ എക്സ്റ്റൻഷൻ കൊടുക്കണ്ട, ഇവിടെ ഫസ്റ്റ് എന്ന് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, കാരണം ഇത് പൈത്തണിന് വേണ്ടി മാത്രം ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പം നമ്മുടെ ഫയൽ ക്രിയേറ്റ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് പ്രിൻ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് പ്രിൻ്റ് ആണ്. സോ നമുക്ക് പ്രിൻ്റ് എന്ന് പറയുന്ന ഒരു ഫങ്ഷനാണ്. പ്രിൻ്റ് ഓഫ് എന്ന് പറയുന്ന ഒരു ഫങ്ഷനാണ്. ഈ പ്രിൻ്റ് ഓഫ് ഫങ്ഷൻ ഒരു ബിൽറ്റ് ഇൻ ഫങ്ഷനാണ്. ഇതൊരു ബിൽറ്റ് ഇൻ ഫങ്ഷനാണ്. നമ്മൾ പഠിക്കും എന്താണ് ബിൽറ്റ് ഇൻ ഫങ്ഷനും എന്താണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ എന്താണ് നമ്മൾ പഠിക്കും. ഓക്കെ, സോ നമുക്കിപ്പോൾ ഫസ്റ്റ് നമുക്ക് ബിൽറ്റ് ഇൻ ഫങ്ഷൻ മാത്രം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ വരും. ഓക്കെ, നമുക്ക് മെല്ലെ മെല്ലെ പതിയെ പഠിച്ചു പോവാം. ഓക്കെ, സോ ഫസ്റ്റ് ബിൽറ്റ് ഇൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഓൾറെഡി ഈ ഒരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഓൾറെഡി റെഡിമെയ്ഡ് ആയിട്ട് നമ്മളൊരു ഡ്രസ്സ് ഉണ്ടാക്കി വെച്ചതുപോലെ റെഡിമെയ്ഡായിട്ട് ഇത് ഉണ്ടാക്കി വെച്ചേക്കുവാണ് പ്രിൻ്റ് എന്ന് പറയുന്ന ഫങ്ഷൻ. അതായത് ഈ ഒരു പ്രിൻ്റ് എന്ന ഫങ്ഷൻ നമ്മൾ ഇവിടെ വിളിക്കുമ്പോൾ നമുക്ക് ഡിസ്പ്ലേ ആവണം. ഓക്കെ, അപ്പോൾ ഈ പ്രിൻ്റ് എന്ന ഫങ്ഷനിൽ എന്തായിരിക്കും, ഓൾറെഡി ഒരു സെറ്റ് ഓഫ് കോഡ് അതിൽ റൈറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ കോഡ് അവിടെ വർക്കാവും നമ്മൾ പ്രിൻ്റ് ഓഫ് വിളിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ബിൽറ്റ് ഇൻ ഫങ്ഷൻ എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് കോഡ് ഈ പ്രിൻ്റ് ഓഫ് എന്ന ഫങ്ഷൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ പ്രിൻ്റ് ഓഫ് വിളിക്കുമ്പോൾ ആ സെറ്റ് ഓഫ് കോഡ് എന്ത് ചെയ്യുന്നു, റണ്ണാവുന്നു. നമുക്ക് ഈ ഫങ്ഷൻ നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡിസ്പ്ലേ ആവുന്നു. ഓക്കെ,
അപ്പോൾ പ്രിൻ്റ് ഓഫ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളെ അല്ലെങ്കിൽ യൂസർ തരുന്ന ഒരു കാര്യത്തെ അല്ലെങ്കിൽ നമുക്കൊരു വേർഡിനെ ഒരു നെയിമിനെയൊക്കെ ഡിസ്പ്ലേ ഒരു സ്ട്രിങ്ങിനെ ഡിസ്പ്ലേ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സ്ട്രിങ്ങിനെ നമുക്ക് എന്താണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അതിനെയൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് പ്രിൻ്റ് ഓഫ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ കൊടുത്തുകൊണ്ട് നമ്മൾ ഇനി റൺ ചെയ്ത് അവിടെ എറർ വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഇതൊരു ജസ്റ്റ് എന്താണെന്നാണ് നമ്മളിവിടെ റൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു കോഡല്ല റൈറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നാണ് ഇവിടെ റൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ചെയ്യാൻ പോകുന്ന റൈറ്റ് ചെയ്താലും നമ്മളിപ്പോൾ താഴെ ഈ ഒരു പ്രിൻ്റ് ഓഫ് ഫംഗ്ഷൻ നമ്മളിവിടെ കൊടുത്താലും ഇപ്പോൾ ഒരു ഹായ് കൊടുത്തു. നമ്മളിത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് ഈ ടോപ്പിൽ കാണുന്ന ഈ ഒരു ബട്ടണാണ് റൺ ചെയ്യാനുള്ളത്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു എറർ വന്നു അല്ലേ, ഇൻവാലിഡ് സിൻടാക്സ് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമ്മൾ ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എഴുതി വെച്ചത്. അപ്പോൾ അതൊരു കമാൻഡ് ആണ് അല്ലേ. അപ്പോൾ ഈ കമാൻഡിനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ കമാൻഡിനെ അത് പ്രിന്റ് ആവാൻ പാടില്ല, അത് റൺ ആവാൻ പാടില്ല അല്ലേ. ആ റൺ ആവാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഹാഷ് ഇട്ട് കൊടുത്താൽ മതി. മനസ്സിലായോ? ഇപ്പൊ ഇനി ഇത് റൺ ആവില്ല, കണ്ടോ, ഹായ് ഇവിടെ പ്രിന്റായി. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, നമുക്കൊരു ഹായ് എന്ത് ചെയ്യണം, പ്രിന്റ് ആവണം അല്ലേ. അപ്പൊ പ്രിന്റ് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഹായിനെ ആ പ്രിന്റിന്റെ ഉള്ളിൽ കൊടുക്കണം. ഈ ഹായ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ട്രിങ് ആണ്. അപ്പോൾ ഒരു സ്ട്രിങ്ങിനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എങ്ങനെ കൊടുക്കണം, സിംഗിൾ കോട്ട്സിലോ ഡബിൾ കോട്ട്സിലോ കൊടുക്കണം. ഇത് സിംഗിൾ കോട്ട്സിൽ കൊടുക്കാം. സിംഗിളും ഡബിളും രണ്ടും ഒരുമിച്ച് കൊടുക്കരുത്. ഒന്നല്ലെങ്കിൽ സിംഗിൾ കോട്ട്സ് അല്ലെങ്കിൽ ഡബിൾ കോട്ട്സ്. ഓക്കെ, ഒരു സ്ട്രിങ്ങിനെ പ്രിന്റ് ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് കൊടുക്കണം, സിംഗിൾ കോട്ട്സോ ഡബിൾ കോട്ട്സോ കൊടുക്കണം. ഇപ്പം നമുക്ക് ഹായ് പ്രിന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുത്താൽ മതി അല്ലേ. ഇനി വെൽക്കം പ്രിന്റ് ചെയ്യണമെങ്കിലോ സിംഗിൾ കോട്ട്സിലോ ഡബിൾ കോട്ട്സിലോ വെൽക്കം കൊടുത്താൽ അതവിടെ ഡിസ്പ്ലേ ആവും. അപ്പോൾ പ്രിന്റ് ഓഫ് എന്ന് പറയുന്നത് ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഈ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, പ്രിന്റ് ചെയ്യാൻ. എന്ത് പ്രിന്റ് ചെയ്യാൻ, ഡിസ്പ്ലേ ചെയ്യാൻ. നമുക്ക് എന്താണ് ആവശ്യം, ആ ഒരു ഡേറ്റയെ അല്ലെങ്കിൽ ആ ഒരു വാല്യൂവിനെ അല്ലെങ്കിൽ നമുക്ക് എന്താണ് ആവശ്യം ആ ഒരു ഇൻഫോർമേഷനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രിന്റ് ഓഫ് അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാൻ. അത്രയും ചിന്തിച്ചാൽ ഡിസ്പ്ലേ ചെയ്യാൻ. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് പഠിക്കാൻ പോണത് വാരിയബിൾ ആണ്. അപ്പം നമുക്കിതൊരു കമാൻഡ് ആയിട്ട് ഇടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓക്കെ, അതായത് നമുക്ക് ഇത് കമാൻഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, ഒരു ഹാഷ് ഫ്രണ്ടിൽ ഇടണം. ഓക്കെ, ഇനി വാരിയബിൾ, എന്തിനാണ് വാരിയബിൾ യൂസ് ചെയ്യുന്നത്, നമുക്ക് ഒരു വാല്യൂവിനെ അല്ലെങ്കിൽ ഡാറ്റേനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ ഇപ്പോൾ നെയിം എന്ന് കൊടുത്തു, അതിനൊരു വാല്യൂ കൊടുത്തു 5, അല്ലെങ്കിൽ ഒരു വാല്യൂ കൊടുത്തു ഹായ്. ഓക്കെ, ഈ ഹായിനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. എവിടെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, ഹായിനെ എവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, നെയിമിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കുറേ പെന്നുണ്ട്. ഈ പെന്നിനെ നമുക്കൊരു ബോക്സിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ആ ബോക്സ് എന്ന് പറയുന്നത് വാരിയബിൾ ആണ്, പെൻ എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂസ് ആണ് അല്ലേ, ഡാറ്റ. ഇനി നമുക്ക് ചോറ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മളൊരു പ്ലേറ്റിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ആ പ്ലേറ്റിൽ നമ്മൾ എന്ത് പറയുന്നു, വാരിയബിൾ. ആ ചോറ് അല്ലെങ്കിൽ ആ റൈസിനെ നമ്മൾ എന്ത് പറയുന്നു, അത് ഡാറ്റ അല്ലേ. അപ്പോൾ നമുക്കൊരു വാല്യൂവിനെ അല്ലെങ്കിൽ ഒരു സ്ട്രിങ്ങിനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. ഓക്കെ, നമ്മളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പറയുമ്പോൾ എന്താ പറയുന്നത്, ഒരു സ്ട്രിങ്ങിനെ അല്ലെങ്കിൽ ഒരു ഇൻറ്റീജറിനെ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് വാല്യൂവിനെയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് വാരിയബിൾ. ഓക്കെ, ഇപ്പം നമുക്ക് എ എന്ന വാരിയബിളിൻ്റെ ഉള്ളിൽ, എ എന്ന് പറയുന്നത് ഒരു വാരിയബിളാണ്, അതിൻ്റെ ഉള്ളിൽ നമുക്ക് 1 സ്റ്റോർ ചെയ്ത് വെക്കാം. ഇനി ബി എന്ന വാരിയബിളിൻ്റെ ഉള്ളിൽ 2 സ്റ്റോർ ചെയ്ത് വെക്കാം. സി എന്ന വാരിയബിളിൻ്റെ ഉള്ളിൽ 2.3 സ്റ്റോർ ചെയ്ത് വെക്കാം. ഓക്കെ, ഇതൊരു ഫ്ലോട്ടിംഗ് പോയിന്റ് ആണ് 2.3. ഓക്കെ, സോ നമുക്ക് ഡാറ്റ ടൈപ്സ് പഠിക്കുമ്പോൾ നമുക്ക് ഈ ഇൻറ്റീജർ എന്താ, ഫ്ലോട്ട് എന്താ, സ്ട്രിങ്ങിനെയൊക്കെ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, ഇപ്പം നമുക്ക് എന്താണ് വാരിയബിൾ എന്ന് പറയുന്നത്, നമുക്ക് തരുന്ന ഒരു ഡാറ്റേനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക്
ഇപ്പം നമ്മൾ വെൽക്കം എന്ന് പറയുന്ന ആ ഒരു ഡയറക്റ്റായിട്ട് നെയിം കൊടുക്കുന്നതിന് പകരം നമുക്ക് ഈ ഒരു വാരിയബിളിനെ വെച്ചിട്ട് നമുക്ക് വിളിക്കാം. അപ്പോൾ നെയിമിനെ വിളിക്കുമ്പോൾ നമുക്ക് നെയിമിൻ്റെ ഉള്ളിലുള്ള ഹായ് പ്രിൻ്റ് ആവും. ബീനെ വിളിക്കുമ്പോൾ ബീൻ്റെ ഉള്ള ടൂവ് പ്രിൻ്റ് ആവും. അപ്പോൾ നമുക്ക് നോക്കിയാലോ, പ്രിൻ്റ് ഓഫ് നെയിം. ജസ്റ്റ് നമ്മൾ റൺ ചെയ്ത് നോക്കുമ്പോഴോ നെയിമിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ഹായ് അല്ലേ? അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ഡയറക്റ്റ് സ്ട്രിങ് കൊടുക്കുന്ന പോലെ കൊടുത്തു കഴിഞ്ഞാലോ ആ നെയിം അങ്ങ് പ്രിന്റ് ആവും അല്ലേ? ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ എന്താ പറയുന്നത്, അതായത് നമുക്ക് ഇപ്പം പ്രിന്റിലുള്ള നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോഡ്സിൻ്റെ ഉള്ളിലോ നെയിം കൊടുത്തു കഴിഞ്ഞാൽ എന്താ പ്രിന്റ് ആവുക? ആ നെയിം എന്ന് പറയുന്ന ആ നെയിമാണ് പ്രിന്റ് ആവുള്ളൂ. ആ നെയിമിൻ്റെ ഉള്ള വാല്യൂ പ്രിന്റ് ആവില്ല. അപ്പോൾ നെയിമിൻ്റെ ഉള്ള വാല്യൂ പ്രിന്റ് ആവുമ്പോൾ നമുക്ക് ഇത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? സ്ട്രിങ് ആയി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആ വാരിയബിളിൻ്റെ നെയിമിനെ അങ്ങ് വിളിച്ചാൽ മതി, കോൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പ്രിന്റ് ഓഫ് ഫംഗ്ഷൻ ഈ നെയിമിനെ വിളിക്കുമ്പോൾ, നമ്മൾ ഈ പ്രിന്റ് ഓഫ് ഫംഗ്ഷനെ വിളിക്കുമ്പോൾ ഈ പ്രിന്റ് ഓഫ് ഫംഗ്ഷൻ്റെ ഉള്ളിലുള്ള ഈ നെയിം എന്ന് പറയുന്ന വാരിയബിളിൻ്റെ ഉള്ളിലുള്ള വാല്യൂ ആയ ഹായ് പ്രിന്റ് ആവും അല്ലേ? നോക്കിയേ, ഹായ് പ്രിന്റ് ആയില്ലേ? പ്രിന്റ് ആയി. ഓക്കെ, ഇനി ഇതിനെ കമൻറ്റ് ചെയ്ത് വെക്കണേ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് സെലക്ട് ചെയ്താൽ മതി. സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ/ അടിച്ചാൽ മതി. ഓക്കെ, നമ്മൾ ഷിഫ്റ്റ് ഹാഷ് അടിക്കുന്നതിന് പകരം കൺട്രോൾ/ അടിച്ചാൽ മതി. ഇപ്പം എന്തുകൊണ്ടാണ് ഇവിടെ ഒരു എറർ വന്നത്? നമ്മൾ ആ ഒരു നെയിമിനെ എന്ത് ചെയ്തു? നമ്മൾ കമാൻഡ് ചെയ്തു വെച്ചു അല്ലേ? നമ്മൾ കമാൻഡ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് അവിടെ എറർ വന്നത് അല്ലേ? അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? കൺട്രോൾ/ അടിച്ചാൽ മതി. കൺട്രോൾ/ അടിച്ചത് എന്ത് ചെയ്യുന്നു? കമാൻഡായി മാറുന്നു. കൺട്രോൾ/ ഒന്നും കൂടി അടിച്ചാൽ അത് എന്താണ്? അത് നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന വാരിയബിൾ ആയിട്ട് മാറുന്നു. ഓക്കെ, ഇനി നമ്മൾ ഇതേപോലെ പ്രിന്റ് ബി വിളിച്ചാലോ? പ്രിന്റ് ബി വിളിച്ചാൽ ബി പ്രിന്റ് ആവും. ബീൻ്റെ ഉള്ള 2 പ്രിന്റ് ആവും. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്ന ഒന്ന് പ്രിന്റ് എന്ന് പറയുന്ന പ്രിന്റ് എന്ന ഫംഗ്ഷൻ. പ്രിന്റ് എന്ന ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഫംഗ്ഷനാണ്. ഈ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ പ്രിന്റ് എന്ന ഫംഗ്ഷനെ വിളിക്കുമ്പോൾ എന്ത് നടക്കണം എന്നത് ഓൾറെഡി അത് പൈത്തണിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രിന്റ് ഓഫ് വിളിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? നമുക്കവിടെ ഡിസ്പ്ലേ ആവും. അപ്പോൾ എങ്ങനെയാണ് ഡിസ്പ്ലേ ആവേണ്ടതെന്ന് ഓൾറെഡി അത് പ്രിന്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കത് കാണാൻ പറ്റില്ല. നമ്മൾ ആ പ്രിന്റ് ഓഫ് ഫംഗ്ഷൻ, അതാണ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ആ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഓൾറെഡി അതിലെന്താണ് ഇൻസ്ട്രക്ഷൻ നേരത്തെ എഴുതി വെച്ചിരിക്കുന്നത് അതവിടെ പ്രോസസ്സ് നടന്ന് നമുക്കിവിടെ പ്രിന്റ് നടക്കും. ഓക്കെ, പ്രിന്റ് എന്തിനാ യൂസ് ചെയ്യുന്നത്? ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രിന്റ് യൂസ് ചെയ്യുന്നത് നമുക്കൊരു ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇപ്പോൾ ഒരു ഔട്ട്പുട്ട് കിട്ടണം, ഹായ് എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നമുക്ക് പ്രിന്റ് കൊടുത്താൽ മതി. പ്രിന്റ് എന്ന് പറയുന്നത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഡയറക്റ്റ് കൊടുക്കുന്ന വാല്യൂവിനെ നമുക്കൊരു വാരിയബിൾ സ്റ്റോർ ചെയ്ത് ആ വാരിയബിളിനെ നമുക്ക് വിളിച്ച് പ്രിന്റ് ചെയ്യാം. അതാണ് നമ്മൾ സെക്കൻഡ് പഠിച്ചത്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ക്ലാസ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, പൈത്തണൊക്കെ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ള അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിച്ചു തരാം. ഓക്കെ, സോ